ആ പാറ തുരന്നിട്ട് പാറ വെട്ടി കീറിയിട്ട് ആ പാറയിൽ പിന്നെ വെള്ളം കൊണ്ടുവന്നിട്ടാണ് ചാല് കീറിയിട്ട് 4 ഏക്കർ വയലിൽ പിന്നെ വെള്ളം തിരിച്ച് ഫുള്ളായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ആ തട്ടായിട്ട് കൃഷി ചെയ്യുമ്പോൾ വെള്ളമില്ലല്ലോ, വെള്ളം മുകളിൽ നിന്ന് വരണ്ടേ, വെള്ളം മുകളിൽ നിന്ന് വരണമെങ്കിൽ മുകളിൽ നിന്ന് വീണ് വരണം, തട്ടായിട്ട് വരണം. അല്ലാതെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റും. നിരപ്പായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നിരപ്പായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങ് തട്ടുകെട്ടായി വന്നാൽ ഓരോ കണ്ടത്തിലും ഈ കുന്നായതുകൊണ്ട് കുറച്ച് വെള്ളം വരുമ്പോഴത്തേക്കും കുടിച്ചു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ തട്ടുകെട്ടായിട്ട് വെള്ളം നനച്ച് കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് നയിക്കുന്നത്. ഒരറ്റത്തുനിന്ന് പിന്നെ ഒരു കോലിട്ടാൽ ഇങ്ങോട്ട് എത്തണം. അത് കണക്കിലാണ് ഞങ്ങൾ വരമ്പെല്ലാം വെച്ച് കൃത്യമായിട്ട് കണ്ടം ചാലിച്ച് നെല്ല് നടുക. അതുപോലെ തന്നെ താഴത്തെ വയലെല്ലാം വെളിയം കൃഷി ചെയ്തിട്ട് അത് ഇതുപോലെ രാസവളമൊന്നും ഉപയോഗിക്കില്ല. കൃത്യമായിട്ട് ഞങ്ങൾ പിന്നെ ജൈവ കൃഷി തന്നെ നടത്തി നല്ല രീതിയിൽ ഞങ്ങൾ പിന്നെ കൊണ്ടുവരുന്നുണ്ട്. പണ്ടേ പാരമ്പര്യമായിട്ട് ഞങ്ങൾ പിന്നെ ജൈവ കൃഷി ചെയ്തുകൊണ്ട് വരുന്നത്. ഇപ്പോഴല്ലേ ഈ രാസവളങ്ങൾ കംപ്ലീറ്റ് ഉപയോഗിക്കുന്നത്. തറവാട്ടുകാരൻ വരുമ്പോൾ കുട്ടിക്കാരൻ ശബ്ദം കേട്ട് തമ്പുരാൻ പറഞ്ഞു, അയ്യോ പിന്നെ ഇത് എന്താ ചെയ്യുക, കുട്ടി പിന്നെ അച്ഛനോ ഇല്ല അമ്മയും ഇല്ല. ശരിക്കും നമ്പൂരി കുടുംബമാണ് നമ്മുടെ പാലോട്ട് കുടുംബാംഗങ്ങൾ. പാലോട്ട് തറവാട്ടിലെ കൃഷിക്കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് പാടവും പറമ്പും എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പാടവും പറമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാടൻ കാർഷിക സംസ്കാരത്തിന്റെ പച്ചപ്പ് തേടിയുള്ള പാടവും പറമ്പും പ്രോഗ്രാമിന്റെ ഇന്നത്തെ യാത്ര തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാളാടുള്ള പാലോട്ട് തറവാട്ടിലേക്കാണ്. തുള്ളിക്കൊരു കുടമായി പെയ്യുന്ന മഴയാണ് ഞങ്ങളെ പാലോട്ട് തറവാട്ടിലേക്ക് സ്വീകരിച്ചത്. വയലുകൾക്കിടയിലൂടെയുള്ള വഴി കടന്ന് പടികൾ കയറിയാൽ ഗൃഹാതുരത നിറഞ്ഞു തുളുമ്പുന്ന തറവാട്ടുമുറ്റത്തെത്തും. നമുക്കിടയിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ കൂട്ടായ്മയും കാലങ്ങളായി കൈമാറി വന്ന ആചാരപ്പെരുമയും ഇന്നും കാത്തുസൂക്ഷിക്കുന്നവരാണ് പാലോട്ട് തറവാട്ടുകാർ. മുൻമന്ത്രി PK ജയലക്ഷ്മിയുടെ തറവാടു കൂടിയാണിത്. 4 കുടുംബങ്ങളാണ് ഇപ്പോൾ തറവാട്ടിൽ താമസിക്കുന്നത്. ലാഭനഷ്ട കണക്കുകൾക്കപ്പുറം തലമുറകളുടെ കൃഷി പാരമ്പര്യം മുറുകെ പിടിക്കുന്നവരുടെ കഥയാണ് ഇനി പറയുന്നത്. ഈ പാലോട്ട് തറവാട് ഇവിടെ ഉണ്ടായത് തന്നെ ഈ വലിയ മല അതിവർഷത്തിൽ ഇടിഞ്ഞ് നിലം പൊത്തി. അതിൽ പിന്നെ ഒരു നമ്പൂരി കുടുംബം ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. അത് നമ്പൂരി കുടുംബം ഇടിഞ്ഞ് പൊത്തിയപ്പോൾ ആ ഒരു കുട്ടി ബാക്കി വന്ന്. ആ കുട്ടീനാണ് പിന്നെ ഏതോ തറവാട്ടുകാരൻ വരുമ്പോൾ കുട്ടിക്കാരൻ ശബ്ദം കേട്ട്. ആ ശബ്ദം കേട്ടപ്പോൾ എന്ത് ചെയ്ത് ഒന്ന് നോക്കുമ്പോൾ ചെറിയ പെൺകുട്ടി. ആ പെൺകുട്ടീനെ എടുത്തു കൊണ്ടുപോയി പിന്നെ അന്ന് തമ്പുരാൻ വാഴ്ചയായിരുന്നു. അന്ന് തമ്പുരാൻ വാഴ്ച കാലത്ത് കൊണ്ടുപോയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അയ്യോ പിന്നെ ഇത് എന്താ ചെയ്യുക, കുട്ടി പിന്നെ അച്ഛനോ ഇല്ല അമ്മയും ഇല്ല, അപ്പോൾ പിന്നെ നിവൃത്തിയില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ തന്നെ കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് നിങ്ങൾ വളർത്തി എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുത്ത്. അയാൾ എന്നിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് വളർത്തി, പാലെല്ലാം കൊടുത്ത് വളർത്തി. അങ്ങനെ പിന്നെ കല്യാണ പ്രായമാകുമ്പോൾ ഇവിടെ കൊണ്ട് വീട് വെച്ച് താമസിപ്പിച്ച്. അതിൻ്റെ ശേഷമാണ് അതിൽ മക്കളാണ് പാലോട് തറവാട്ടിലെ കുടുംബാംഗങ്ങൾ. ശരിക്കും നമ്പൂരി കുടുംബമാണ് നമ്മുടെ പാലോട്ട് കുടുംബാംഗങ്ങൾ. അതിലുണ്ടായ മക്കളാണിത്. അങ്ങനെ വന്ന പിന്നെ കാരണവന്മാരായി, പിന്നെ തലമുറയായി. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ഈ കാടെല്ലാം വെട്ടിത്തെളിച്ച് പിന്നെ വയലുകളാക്കി നിരപ്പാക്കി വയലുകളാക്കി തട്ടുകെട്ടായി തിരിച്ച് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു.
പാലോട്ട് തറവാടിൻ്റെ വളരെ മനോഹരമായ കരവയൽ നെൽകൃഷിയാണ് ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ തറവാട്ടിലെ ഏകദേശം ഒരു 45ഓളം കുടുംബങ്ങളുണ്ട്. വളരെ നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് കൂട്ടുകുടുംബ വ്യവസ്ഥ പ്രകാരം പണ്ട് എങ്ങനെയാണോ ഈ കൃഷി ഇവിടെ തുടങ്ങിയത് അത് നിലനിർത്തി കൊണ്ടുപോകാൻ ഇപ്പോഴുള്ള ആളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഇപ്പോഴും, കാരണം ഈ തറവാട്ടിലെ കൃഷിയും മറ്റ് രീതികളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്നുണ്ട്. ഇവിടെ ലാഭനഷ്ടം ഒന്നും നമ്മൾ ആലോചിക്കുന്നില്ല. കാരണം ഈ നെൽകൃഷി ഒരിക്കലും നമുക്ക് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. എന്നിട്ടും പാലോട്ട് തറവാട്ടിൽപ്പെട്ട മുഴുവൻ ആളുകളും വളരെ ആത്മാർത്ഥത്തോടു കൂടി തന്നെയാണ് ഈ കരവയൽ നെൽകൃഷിക്ക് മുൻഗണന കൊടുക്കുന്നത്. അത് അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ്. പാലോട്ട് തറവാടിനോട് ചേർന്നുള്ള കുന്നിൻ ചെരുവുകൾ വയലായി മാറുന്ന കാഴ്ചയ്ക്കാണ് പിന്നത്തെ തലമുറകൾ സാക്ഷ്യം വഹിച്ചത്. ഏകദേശം 4 ഏക്കറോളം കുന്നിൻ ചെരുവ് നെൽവയലുകളായി മാറി. കുന്നിൻ മുകളിലെ പാറ പൊട്ടിച്ച് നീരുറവയിലെ വെള്ളം കൃഷിയിടത്തിലേക്ക് എത്തിച്ചു. വയലുകളെ സദാസമയവും ജലസമൃദ്ധമാക്കും ഈ ജലസ്രോതസ്. പാരമ്പര്യ നെൽവിത്തുകൾ ഉപയോഗിച്ച് പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഇവിടുത്തെ നെൽകൃഷി. ആ പാറ തുരന്നിട്ട് പാറ വെട്ടി കീറിയിട്ട് ആ പാറയിൽ വെള്ളം കൊണ്ടുവന്നിട്ടാണ് ചാല് കീറിയിട്ട് 4 ഏക്കർ വയലിൽ വെള്ളം തിരിച്ച് ഫുള്ളായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ജൈവ കൃഷിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെ രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കാണ്ട് ഞങ്ങൾ ജൈവ കൃഷിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ താഴത്തെ വയലെല്ലാം വെളിയൻ കൃഷി ചെയ്തിട്ട് അത് ഇതുപോലെ രാസവളം ഉപയോഗിക്കില്ല. കൃത്യമായിട്ട് ഞങ്ങൾ ജൈവ കൃഷി തന്നെ നടത്തി നല്ല രീതിയിൽ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആ വിളവിനൊന്നും മോശമില്ല, നല്ല വിളവാണ്. കാരണം ആദ്യവർഷത്തിൽ തുലാവർഷത്തിൽ മഴ പെയ്താൽ ഈ കാടെല്ലാം ഉണ്ട്, കാടിനെല്ലാം ചപ്പും ചവറും എല്ലാം ചീഞ്ഞടിഞ്ഞ് ആ തുലാവർഷം വരുമ്പോൾ ആ വെള്ളത്തിൽ കംപ്ലീറ്റ് വയലിലെല്ലാം വന്ന് നിറഞ്ഞ് വെള്ളമെല്ലാം ഫലപുഷ്ടിയായി എല്ലാം മണ്ണെല്ലാം ഒഴുകി കടത്തിലെല്ലാമായി ചപ്പും ചവറെല്ലാം നെല്ലിൻ്റെ ഇടയ്ക്കുള്ളെല്ലാം പോയി കഴിഞ്ഞാൽ നല്ല ഫലപുഷ്ടിയായുള്ള നെൽകൃഷി, നെല്ല് നന്നായിട്ട് വളർന്നു വരും. അങ്ങനെയാണ് നെൽകൃഷി ചെയ്തുകൊണ്ട് വരുന്നത്. നല്ല പാരമ്പര്യമായിട്ട് കൃഷി ചെയ്തുകൊണ്ട് ആ നെൽകൃഷി എടുത്തിട്ടാണ് നമ്മൾ പാരമ്പര്യമായിട്ട് ഞങ്ങളെ കുടുംബ ദൈവത്തിന്, കുടുംബക്ഷേത്രത്തിലെ ഭഗവതിക്ക് ഞങ്ങൾ ഈ നെല്ലെടുത്തിട്ടാണ് ഞങ്ങൾ പുത്തരി ഉത്സവം നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പാരമ്പര്യമായിട്ട് കൃഷി ഞങ്ങൾക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. ഞങ്ങൾ കാലാകാലങ്ങളിൽ ഇത് ചെയ്താൽ മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾ തൊഴുന്ന ദേവന് പുത്തരി നടത്തണമെങ്കിൽ ഈ നെല്ല് തന്നെ വേണം. വേറെ നെല്ല് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. വയൽ നിരപ്പിൽ നിന്ന് 60 അടിയോളം ഉയരത്തിൽ തട്ടുകളായി തിരിഞ്ഞ് പച്ചയണിഞ്ഞ് നിൽക്കുന്ന ഈ വയലുകൾ ആരുടെയും മനം മയക്കും. നെൽവയലുകളുടെ നാടായ വയനാട്ടിൽ പോലും അപൂർവ കാഴ്ചയാണ് ഈ കരവയൽ നെൽകൃഷി. മലമുകളിലെ പാറക്കെട്ടുകളിൽ നിന്നും മരങ്ങൾക്കിടയിൽ നിന്നും ഊർന്നിറങ്ങുന്ന ശുദ്ധജലം ഇവിടെ വളരുന്ന നെൽച്ചെടികൾക്ക് കൂടുതൽ കരുത്തും പ്രതിരോധശേഷിയും നൽകുന്നുണ്ട്. ആ തട്ടുകട്ടയിൽ കൃഷി ചെയ്യുമ്പോൾ വെള്ളമില്ലല്ലോ, വെള്ളം മുകളിൽ നിന്ന് വരണ്ടേ. വെള്ളം മുകളിൽ നിന്ന് വരണമെങ്കിൽ മുകളിൽ നിന്ന് വീണ് വരണം, തട്ടുകെട്ടായിട്ട് വരണം. അല്ലാതെ നമുക്ക് വെള്ളം ചെയ്യാൻ പറ്റും. നിരപ്പായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നിരപ്പായി കഴിഞ്ഞാൽ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങ് തട്ടുകെട്ടായി വന്നാൽ ഓരോ കണ്ടത്തിലും ഈ കുന്നായതുകൊണ്ട് കുറച്ച് വെള്ളം വരുമ്പോഴത്തേക്കും കുടിച്ചു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ തട്ടുകെട്ടായിട്ട് വെള്ളം നനച്ച് കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് നയിക്കുന്നത്. വർഷക്കാലം കുഴപ്പമില്ല, വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് ഈ പകുതിയെ കൃഷി ചെയ്യാൻ പറ്റും, മുഴുവൻ കൃഷി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് തട്ടുകെട്ടായിട്ട് ആക്കി നിരപ്പടിച്ച് കൃത്യമായിട്ട് ഞവരി പിടിച്ച് നിരപ്പടിച്ച് നല്ല ഇവിടുന്ന് ഒരറ്റത്തുനിന്ന്
ഒരു കോലിട്ടാൽ ഇങ്ങോട്ട് എത്തണം. അത് കണക്കിലാണ് ഞങ്ങൾ വരമ്പെല്ലാം വെച്ച് കൃത്യമായിട്ട് കണ്ടം ചാലിച്ച് നെല്ല് നടുക. പലരുടെയും നെൽവയലുകൾ വാഴകൃഷിക്കും മറ്റും വഴിമാറേണ്ടി വന്നപ്പോഴും പാലോട്ട് തറവാട്ടുകാർ നെൽകൃഷി ഉപേക്ഷിച്ചില്ല. വയനാടിൻ്റെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കുന്നതിനും യുവതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും ഈ കരവയൽ നെൽകൃഷി ഒരു മികച്ച മാതൃകയാക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ 40-45 കുടുംബമുണ്ട് ഇവിടെ. എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്ത്, ഇപ്പോൾ 2000 വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ഓരോരുത്തർക്ക് വീതം വെച്ച് കൊടുത്ത്, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്ക് വീതം വെച്ച് കൊടുത്ത് അതിലാണ് ഓരോരുത്തർ വാഴയും മറ്റെല്ലാം വെക്കുന്നത്. ഞങ്ങൾ തറവാട് ഭൂമിയിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ കാപ്പി തൈയോ അല്ലെങ്കിൽ കുരുമുളകോ വേണമെങ്കിൽ നട്ടുപിടിപ്പിക്കാം. അത് പറ്റില്ല. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഇത് തന്നെ ചെയ്യണം. കൃത്യമായിട്ട് രാസവളമൊന്നും ഉപയോഗിക്കാണ്ട് നല്ല രീതിയിൽ ഈ ചാണകം കന്നുകാലികളുണ്ട്, കാലികൾ ചാണകം വളം കൊണ്ടുവന്നിട്ട് ഇതിൽ ഇട്ട് കൃഷി ചെയ്തിട്ട് മാത്രമേ ഞങ്ങളുടെ ദേവന് ഞങ്ങളുടെ ദേവിക്ക് ഞങ്ങൾക്ക് അർപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഒരു കാലത്ത് ഞങ്ങളിത് മുടക്കില്ല. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇത് തന്നെ ചെയ്ത് കൃത്യമായിട്ട് ചെയ്ത് കൊണ്ടുവരും. ഞങ്ങൾ തുടർച്ചയായ രാസവളപ്രയോഗവും കീടനാശിനി ഉപയോഗവും കാരണം വയലുകളുടെ സ്വാഭാവിക ജൈവ സമ്പത്ത് നശിക്കുകയും നെൽകൃഷി നഷ്ടത്തിലാവുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പാലോട്ട് തറവാടിൻ്റെ ഈ കരവയൽ കൃഷി ഒരു വലിയ സാക്ഷ്യമാണ്. കൃഷിയിടം നഷ്ടപ്പെട്ടതിലൂടെയുണ്ടായ സാമ്പത്തിക നഷ്ടം പോലും ഈ പ്രകൃതി സൗഹൃദമായ കൃഷിരീതിയിലൂടെ തിരിച്ചുപിടിക്കാനാകുമെന്ന് ഇവർ തെളിയിക്കുന്നു. പണ്ടേ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ജൈവ കൃഷി ചെയ്തുകൊണ്ട് വരുന്നത്. ഇപ്പോഴല്ലേ ഈ രാസവളങ്ങൾ കംപ്ലീറ്റ് ഉപയോഗിക്കുന്നത്. പണ്ട് മുഴുവൻ ജൈവ കൃഷി തന്നെ ഫുള്ളായിട്ടുള്ളത്. ഞങ്ങൾക്ക് കാടുണ്ട്, ഈ വെള്ളം ഒഴിവരുന്ന സ്ഥലമുണ്ട്, അതിലെല്ലാം മരങ്ങളുണ്ട്. മരങ്ങളിൽ കംപ്ലീറ്റ് ചപ്പും ചവറും കംപ്ലീറ്റും ചീഞ്ഞടിഞ്ഞ് തുലാവർഷം വരുമ്പോഴത്തേക്കെല്ലാം കാറ്റടിച്ച് കംപ്ലീറ്റ് വെള്ളത്തിലാക്കി ആ വെള്ളത്തിൽ കൂടി കംപ്ലീറ്റ് വന്ന് വയലിലേക്ക് അടുങ്ങും. അടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ വളം. അല്ലാതെ വേറെ രാസവളമൊന്നും വേണ്ട. ഈ നെല്ലിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ സങ്കരയിന നെല്ല് പോലെയല്ല, ഇത് നെല്ലിന് രാസവളമൊന്നും വേണ്ട. അത് ഈ തുലാവർഷത്തിലുള്ള മഴ കിട്ടിയാൽ അത് സൂപ്പറായി നല്ല രീതിയിൽ വിളവുണ്ടാവും. പച്ചപ്പിൻ്റെ ഈ കുന്നിൻ മുകളിൽ പഴമയുടെ വിത്തുകൾ പുതുതലമുറയ്ക്കായി മുളയ്ക്കുന്നു. കാർഷിക കേരളത്തിന് പ്രത്യാശ നൽകിക്കൊണ്ട് പാലോട്ട് തറവാടിൻ്റെ കരവയൽ നെൽകൃഷി നമ്മോട് പറയുന്നത് ഇതാണ്: മണ്ണറിഞ്ഞുള്ള കൃഷി എന്നും നമ്മെ കൈവിടില്ല. കൃഷിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരാണ് പാലോട്ട് തറവാട്ടുകാർ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവരുടെ കരവയൽ നെൽകൃഷി. വളരെ ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളായിരുന്നു നമ്മളിന്ന് കണ്ടത്. അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത കുറേ കൃഷി അറിവുകൾ കൂടി നമുക്ക് ഇവിടുന്ന് ലഭിച്ചു. വളരെ എൻ്റെ പുറകിലാണെങ്കിൽ ഈ ഒരു കാണുന്ന കാഴ്ച തന്നെ വളരെ മനോഹരമായ, നമുക്ക് എവിടെയും വയനാട്ടിൽ ഒരുപാട് നെൽവയലുകളുണ്ട്, പക്ഷേ അവിടെ ഒന്നും കാണാത്ത വളരെ ഭംഗിയുള്ള കാഴ്ചയായിരുന്നു നമുക്ക് ഇന്നിവിടെ പാലോട്ട് തറവാട്ടിലേക്ക് വന്നപ്പോൾ കാണാൻ കഴിഞ്ഞതും. അപ്പോൾ എന്തായാലും ഈ ഒരു കൃഷിയെ ഒപ്പം, അതായത് തലമുറകൾ കൈമാറി വന്ന ആ കൃഷിയെ അവർ ഇന്നും ഒരു മാറ്റം കുറയാതെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ പാലോട്ട് തറവാട്ടിലെ കൃഷിക്കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പാലോട്ട് തറവാടിൻ്റെ ഹരിത സുന്ദര കാഴ്ചകൾ എത്ര കണ്ടിട്ടും മതിവരാതെ നെൽച്ചെടികളോടും തറവാടിനോടും യാത്ര പറഞ്ഞ് അടുത്ത കൃഷിയിടത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ഇനിയൊരു കൊയ്ത്തുകാലത്ത് മടങ്ങി വരാം എന്ന ഉറപ്പു നൽകി.